ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് എന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിക്കില്ല. സാഹചര്യം ബോധ്യപ്പെടുത്തി മുസ്ലിം ലീഗിനെ പിന്തിരിപ്പിക്കാനാണ് നീക്കം. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള നിർണായക ചർച്ച നാളെ കൊച്ചിയിൽ നടക്കുകയാണ്. ഇതിന് പിന്നാലെ ചൊവ്വാഴ്ച ലീഗ് നേതൃയോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചേക്കുമെന്ന സൂചനകൾക്കിടെ നാളത്തെ UDF യോഗം മാറ്റിയിട്ടുണ്ട്. അതേസമയം മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. പരസ്പരം വിട്ടുവീഴ്ച ചെയ്താലേ മുന്നണി സംവിധാനം മുന്നോട്ട് പോകൂ എന്നും KC വേണുഗോപാൽ പറഞ്ഞു. അത്തരം കാര്യങ്ങളൊക്കെ ഐക്യജനാധിപത്യ മുന്നണിക്കകത്ത് നടക്കുന്ന ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സംശയവുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സീറ്റ് കൂടെ ചോദിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? മുസ്ലിം ലീഗിനെ പോലുള്ളൊരു പാർട്ടി ഒരു സീറ്റും കൂടെ ചോദിക്കുന്നത് തെറ്റില്ല. പക്ഷേ പരസ്പരം എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് ഒരു ശക്തമായിട്ടുള്ള മത്സരം നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂട്ടായ തീരുമാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മുന്നണി രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ. അവര് എല്ലാ കാലവും ഇത് ചോദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ടോ? അപ്പോൾ അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അർഹതയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ചർച്ചകളുണ്ടാകും. പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് ഒരു മുന്നണി മുന്നോട്ട് പോവുക. അത് ഞങ്ങളുടെ ചർച്ചകളിൽ അന്തിമമായിട്ട് ഉരുത്തിരിഞ്ഞു വരും. മൂന്നാം സീറ്റ് ആവശ്യത്തിന്റെ പേരിൽ UDFൽ തർക്കമുണ്ടാകില്ലെന്നും ഇക്കാര്യത്തിൽ നാളെ തന്നെ തീരുമാനമുണ്ടാകുമെന്നും K മുരളീധരൻ MPയും വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ മത്സരിക്കുമെന്നും അക്കാര്യത്തിൽ അനിശ്ചിതത്വമില്ലെന്നും മുരളീധരൻ പറഞ്ഞു. 29-ാം തീയതി രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി തിരിച്ചെത്തിയതിന് ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു പ്രഖ്യാപനം മാർച്ച് ആദ്യ വാരത്തിലുണ്ടാവും. അപ്പോൾ ആദ്യം മൂന്നാം സീറ്റിൻ്റെ കാര്യത്തിൽ നാളെ ഒരു ചർച്ച എറണാകുളത്ത് വെച്ച് ചേരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നാളെ തന്നെ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. ഒരിക്കലും അതിൻ്റെ പേരിലൊരു തർക്കം UDFൽ ഉണ്ടാവില്ല. UDFൻ്റെ കെട്ടുറപ്പിനെ അത് ബാധിക്കില്ല. നാളെ തന്നെ തീരുമാനമെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണ് വയനാട്. അവിടെ തന്നെ അധികം മത്സരിക്കും. അഷ്കർ അലി വിശദാംശങ്ങളുമായി. അഷ്കർ അലി, ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ സൗണ്ട് ബൈറ്റുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. ഒന്ന്, രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് മുരളീധരൻ അടക്കമുള്ളവർ കട്ടായം പറയുന്നത് വയനാട് സീറ്റിന് ലീഗ് അവകാശവാദം ഉന്നയിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഒന്ന്. രണ്ട്, മൂന്നാം സീറ്റ് ഉണ്ടാകില്ല, ലീഗിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തും എന്നാണല്ലോ കോൺഗ്രസ് നൽകുന്ന ബ്രീഫിംഗ്. അങ്ങനെയാണ് എങ്കിൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും? ക്ഷമിക്കണം, ലീഗ് എന്ത് നിലപാടെടുക്കും? നികേഷ്, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്ന കാര്യത്തിൽ ഏകദേശം അനിശ്ചിതത്വം നീങ്ങുമ്പോൾ ലീഗ് നേരത്തെ പ്രഖ്യാപിച്ചൊരു നിലപാട് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ വയനാട് എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി വരുമ്പോൾ അത് വയനാടല്ലാതെ മറ്റൊരു മണ്ഡലം, നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരും കോഴിക്കോടും അടക്കമുള്ള ഏതെങ്കിലും ഒരു മണ്ഡലങ്ങളിൽ പരിഗണിക്കണമെന്നാണ് ലീഗ് ആവശ്യം. പക്ഷേ മൂന്നാം സീറ്റിനായി വില പേശുമ്പോൾ പോലും ലീഗ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്, ഇല്ലെങ്കിൽ കണക്ക് കൂട്ടിവെക്കുന്നത്, മൂന്നാം സീറ്റില്ലെങ്കിലും രാജ്യസഭാ സീറ്റിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസ് നേതൃത്വം തുടർച്ചയായി ലീഗ് നേതൃത്വത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് എന്തെന്നാൽ മൂന്നാം സീറ്റ് ഇല്ല എന്ന് മാത്രമല്ല, രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ പിന്നീട് ചർച്ചയാകാം എന്നുള്ളൊരു ധാരണയാണ്, ഇല്ലെങ്കിൽ അത്തരമൊരു സന്ദേശമാണ് തുടർച്ചയായി ലീഗ് നേതൃത്വത്തിന് കൈമാറുന്നത്. പക്ഷേ ഈ ഘട്ടം വരെയും ലീഗ് നേതൃത്വം അതിന് വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. നാളെ നടക്കാൻ പോകുന്ന ചർച്ച ഏറ്റവും നിർണായകമാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. രാജ്യസഭാ സീറ്റിലെ പ്രഖ്യാപനത്തിനും കോൺഗ്രസ് വഴങ്ങുന്നില്ല എങ്കിൽ ഒരു പക്ഷത്തെ നാളത്തെ ചർച്ച അത് രമ്യമായി പരിഹരിക്കാൻ കോൺഗ്രസിനും ലീഗിനും സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ആണ് എന്നുള്ളത് തന്നെയാണ്. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീരുമാനമാവാതെ നാളത്തെ യോഗം അവസാനിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ലീഗ് തുടർച്ചയായി കോൺഗ്രസ് ഇത്തരത്തിൽ അനുരഞ്ജന ചർച്ച നടത്തുമ്പോൾ പോലും അതിന് വഴങ്ങാതെ ലീഗ് കടുത്ത തീരുമാനമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ 27-ാം തീയതി ചേരുന്ന മുസ്ലിം ലീഗിൻ്റെ നേതൃയോഗം അത് ഏറ്റവും നിർണായകമാവുകയും ചെയ്യും. മുസ്ലിം ലീഗ് എന്താണ് ഇനി ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളത് ആ യോഗത്തിലായിരിക്കും ലീഗ് നേതൃത്വം എടുക്കുക. UDF യോഗം ബഹിഷ്കരിക്കാനുള്ള ആലോചന നേരത്തെ തന്നെ ലീഗ് നേതൃത്വം നടത്തിയിരുന്നു. അതിൻ്റെ കൂടി സാഹചര്യത്തിലായിരുന്നു നാളെ നടക്കാനിരുന്ന UDF യോഗം മാറ്റിവെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച എന്നുള്ള രീതിയിലേക്ക് നാളത്തെ യോഗം മാറിയത്. സ്വാഭാവികമായും വീണ്ടും ഒരു UDF യോഗം ചേരാനിരിക്കുന്ന സാഹചര്യത്തിൽ നാളത്തെ ഉഭയകക്ഷി ചർച്ചയിലും ലീഗും കോൺഗ്രസും തമ്മിൽ ധാരണ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ യോഗം ബഹിഷ്കരിക്കുന്ന അടക്കമുള്ള ആലോചനകളിലേക്ക് ലീഗ് കടക്കും. മാത്രമല്ല, വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള സന്ദേശം ഔദ്യോഗികമായി തന്നെ പാർട്ടി കോൺഗ്രസിനെ അറിയിക്കാനും സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ശക്തമായ നിലപാടിൽ ഇപ്പോഴും ലീഗ് നേതൃത്വം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. നിലവിലെ സാഹചര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ലീഗിനെ നിലവിലെ തീരുമാനത്തിൽ നിന്ന് പിന്മാറ്റാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് നാളത്തെ യോഗത്തിൽ വെച്ച് തന്നെയായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. നികേഷ്, രാജ്യസഭാ സീറ്റിൽ ഒതുങ്ങും
ലീഗ് എന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ രാജ്യസഭാ സീറ്റ് പ്രഖ്യാപനം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഉണ്ടാകണം എന്ന നിലപാട് ലീഗ് മുന്നോട്ട് വെക്കുമോ? മാത്രമല്ല, രാജ്യസഭയിലേക്ക് നിലവിൽ UDFന്റെ 2 അംഗങ്ങളാണുള്ളത്. 2 അംഗങ്ങളും മുസ്ലിം സമുദായക്കാരാണ്. മൂന്നാമതൊരാൾ കൂടി മുസ്ലിം ലീഗിന്റെ കാൻഡിഡേറ്റായി വരുമ്പോൾ മുസ്ലിം സമുദായമാകും എന്നുള്ള പ്രശ്നം കോൺഗ്രസ് ഇതിനകം തന്നെ ചൂണ്ടിക്കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നികേഷ്, ഇത് പ്രധാനമായ 2 കാര്യങ്ങൾ. ഇനി വരുന്ന രാജ്യസഭ സീറ്റിനെ കുറിച്ച് ലീഗും കോൺഗ്രസും 2 വിഭാഗവും അവരുടേതായ ന്യായങ്ങൾ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാമുദായികമായിട്ടുള്ള പരിഗണനകൾ നോക്കുമ്പോൾ ഒരേ വിഭാഗത്തിൽ നിന്നും ഒരേ സമുദായത്തിൽ നിന്നും കൂടുതൽ ആളുകൾ ഒരേ സമയം രാജ്യസഭയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടാകും. സാമുദായികമായിട്ടുള്ള അംഗബലത്തിലുള്ള വ്യതിയാനം വരും എന്നുള്ളതാണ് കോൺഗ്രസ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസിന് നേരത്തെ KM മാണിക്ക് ഈ രാജ്യസഭ സീറ്റ് KM മാണിക്ക് നൽകിയ സാഹചര്യത്തിൽ തന്നെ ദേശീയ തലത്തിൽ നിന്നും കോൺഗ്രസിന് വലിയ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. കോൺഗ്രസിൻ്റെതായ ഒരു സീറ്റ് ഘടകകക്ഷിക്ക് വിട്ടുകൊടുത്തു എന്നുള്ള ഒരു വിമർശനമാണ് ദേശീയ തലത്തിൽ നിന്നും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ആ സീറ്റ് വീണ്ടും കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അത് വീണ്ടും മറ്റൊരു ഘടകകക്ഷിക്ക് വിട്ടുകൊടുക്കുന്നതിൽ പ്രായോഗികമായ തടസ്സമുണ്ട് എന്നാണ് കോൺഗ്രസ് സൂചിപ്പിക്കുന്നത്. അതും സാമുദായികമായ വിഷയം. ഇത് രണ്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതിൽ പിന്നീട് ചർച്ചയാകാമെന്ന് കോൺഗ്രസ് ലീഗ് നേതൃത്വത്തോട് പറയുന്നത്. എന്നാൽ ലീഗ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം സമാനമായ ഒരു സാമുദായിക സന്തുലിതാവസ്ഥ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റിന്റെ വിഷയത്തിൽ ഉണ്ടാവുന്നില്ല. അർഹതയും പരിഗണനയും ഉണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ ആവർത്തിക്കുമ്പോഴും ലീഗിന് അത്തരത്തിലൊരു പരിഗണന ലോക്സഭാ സീറ്റിന്റെ വിഷയത്തിൽ ലഭിക്കുന്നില്ല. രണ്ടാമതൊരു കാര്യം, രാജ്യസഭാ സീറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് മുസ്ലിം ലീഗിന് അവകാശപ്പെട്ടതാണ്. മുമ്പ് AK ആന്റണിക്ക് വേണ്ടി ലീഗ് തന്നെ വിട്ടുകൊടുത്തൊരു സീറ്റാണ് എന്നും അതുകൊണ്ട് പിന്നീട് അത് KM മാണിക്ക് വേണ്ടിയും മറ്റ് RSPക്ക് വേണ്ടിയും ഒക്കെ ലീഗ് വിട്ടുവീഴ്ച ചെയ്തു വരികയാണ്. പക്ഷേ ഇനി ആ വിട്ടുവീഴ്ച പ്രതീക്ഷിക്കേണ്ടതില്ല. ആ സീറ്റ് തങ്ങൾക്ക് തിരിച്ചു വേണമെന്നുള്ളൊരു ന്യായമാണ് ലീഗ് നേതൃത്വം ഉയർത്തുന്നത്. സ്വാഭാവികമായി കോൺഗ്രസും ലീഗും തങ്ങളുടേതായ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ രാജ്യസഭാ സീറ്റ് പ്രഖ്യാപനവും ഒരു കീറാമുട്ടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ രാജ്യസഭാ സീറ്റ് നൽകുകയാണെങ്കിൽ അതിൻ്റെ പ്രഖ്യാപനം ഇപ്പോൾ തന്നെ നടത്തണമെന്നാണ് ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം.